നമ്മുടെ സുഡാപ്പികളുടെ സ്റ്റുഡിയോ ബഹിഷ്കരണമൊക്കെ കഴിഞ്ഞു. രത്തൻ ടാറ്റയുടെ കമ്പനി മൊത്തം പൊളിഞ്ഞു. ഭയങ്കര സങ്കടം. ഇവരുടെ ഒരു പ്രതിഷേധം, ഇവരുടെ ഒരു എന്താ പറയുക, ഭയങ്കര സംഭവമായിട്ട് അവർ ബഹിഷ്കരണമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണം. ഭയങ്കര ബഹിഷ്കരണമാണ്. ഇതില് വേറെ രസം ഉണ്ടായിട്ട് അത് പറയാനാണ് ഞാൻ മെയിനായിട്ട് വന്നത്. എൻ്റെ വീടിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാനേ ഒന്നല്ല, ഒരുപാട് ആൾക്കാർ. അതായത് അവരിപ്പോൾ അതൊരു ഹാഷ്ടാക്കി വന്നിരിക്കുകയാണ്. അതായത് സ്റ്റുഡിയോയുടെ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ലാഭം മുസ്ലിങ്ങൾക്ക് തന്നെയാണെന്ന് പറഞ്ഞിട്ട് കഴുതകളാണ്ടവന്മാർ, കഴുതകൾ. ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ മഹത്തായിട്ടുള്ള ഭൂമിയിൽ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഈ മുസ്ലിം എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങൾക്കാർക്കും കുരുകൂട്ടണമൊന്നുമില്ല. തമ്മാടിത്തരം ചെയ്യുന്നത് കാണുമ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ മുസ്ലിം കൂടെ എന്തിനാണ് വെറുപ്പ്? ഇപ്പം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ ഇതിൽ വന്ന് വർക്ക് ചെയ്യുന്ന വണ്ടിക്കാരായിക്കോട്ടെ, അതൊക്കെ മുസ്ലിങ്ങളുടെ വണ്ടികളാണ്. നമുക്കെന്താ അവരുമായിട്ട് സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ട്? ഈ ഒരു തീവ്രപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളോടല്ലേ നമുക്ക് വെറുപ്പുള്ളൂ. ഈ സ്റ്റുഡിയോയുടെ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ അവർ സമ്പാദിക്കട്ടെ. അവരെന്തായാലും ഇപ്പോൾ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഫലസ്തീൻ്റെ പ്രശ്നത്തിന് ഷട്ടർ ഇട്ടിട്ടില്ലല്ലോ, അവർ തുറന്നതന്നെയല്ലേ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് വർഗീയ ചിന്താഗതികളൊന്നുമില്ല, അല്ലെങ്കിൽ ഓവറായിട്ട് തലയ്ക്ക് മതം പിടിച്ചവരൊന്നുമില്ല. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അവരെ പോലുള്ള ആളുകളെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലേ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു, രണ്ട് രാജ്യക്കാർ തമ്മിലുള്ള യുദ്ധം, നമുക്ക് അവരുമായിട്ട് തൊടിയിൽ മുള്ളിയ ബന്ധം പോലുമില്ല. അങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ കുറച്ച് കുട്ടികൾ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ രാജ്യത്തിലെ എന്താ പറയുക കച്ചവട സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ആ ഇസ്രായേലുമായിട്ട് ഇന്ന സ്ഥാപനങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു എന്താ പകയിൽ സ്വന്തം രാജ്യത്തിൻ്റെ സ്രോതസ് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഡബിൾ ഡാഡി സിൻഡ്രല്ലേ അല്ലേ? അതിനെയാണ് ഞങ്ങൾ എതിർത്തത്. ഈ ടാറ്റ എന്ന് പറയുന്ന ആ ഒരു വലിയ രത്തൻ ടാറ്റ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ കോവിഡ് എന്ന് പറയുന്ന കാലത്ത് നീയും ഞാനൊന്നും ചാകാതിരിക്കാൻ വേണ്ടി ഏകദേശം 1500 കോടി രൂപ ഫ്രീ ആയിട്ട് ഏതാ കാസർഗോഡ് കൊണ്ടുവന്നൊരു ഹോസ്പിറ്റൽ സിസ്റ്റം എല്ലാം തന്നു. നമ്മുടെ ഗവൺമെൻറ്റാണ് അപ്രൂവൽ കൊടുക്കാൻ. അത് മാത്രമാണോ? ഇന്ന് ഇന്ത്യയിൽ എത്രയോ കുട്ടികൾ, നിങ്ങൾ മരിച്ചുപോയ കുട്ടികളുടെ കണക്ക് പറയുന്നു, എത്രയോ കുട്ടികൾ ഇന്ന് അന്നം ഉണ്ണുന്നത് ഈ പറയുന്ന രത്തൻ ടാറ്റയുടെ കമ്പനി ജോലി ചെയ്യുന്ന എന്താ പറയുക ആ ഒരു കാര്യത്തിലൂടെയാണ്, അല്ലെങ്കിൽ ആ ശമ്പളത്തിലൂടെയാണ്. എത്രയോ കുട്ടികൾ ഉണ്ണുന്നു, ഉടുക്കുന്നു, സ്കൂളുകളിൽ പോകുന്നു, വിദ്യാഭ്യാസം നേടുന്നു. ഇതെല്ലാം ഈ രത്തൻ ടാറ്റ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ്റെ കമ്പനികളിൽ എത്ര കമ്പനികളുണ്ട് നമുക്ക് എണ്ണാൻ പറ്റുമോ? അത്ര അധികം കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനികളിൽ ജോലി ചെയ്തിട്ട് അതിൽ ശമ്പളം കിട്ടുന്ന പൈസ കൊണ്ട് എത്രയോ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതങ്ങോട്ട് ഇല്ലാണ്ടാക്കണം എന്ന് പറയുമ്പോൾ അതിനെതിരെ എതിർക്കുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട, എതിർക്കുക തന്നെ ചെയ്യും. അതും എനിക്ക് ഫലസ്തീനായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് ഇസ്രായേലായിട്ടും യാതൊരു ബന്ധവുമില്ല. ഇത് രണ്ടും രണ്ട് രാജ്യങ്ങളാണ്. കുറച്ചും കൂടി എനിക്ക് ബന്ധം പറയാൻ പറ്റുക ഇസ്രായേലിനോട്. കാരണം ഇസ്രായേലുമായിട്ടാണ് ഇന്ത്യക്ക് കുറച്ചൊക്കെ കരാറും കാര്യങ്ങളുള്ളത്. അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യവുമായിട്ട് നമ്മുടെ രാജ്യത്തിന് എന്ത് കരാറിൽ ഏർപ്പെടാൻ പറ്റും? എന്ത് ബിസിനസ്സാണ് അവിടെ ഉള്ളത്? കുറേ ഹമാസ് എന്ന് പറയുന്ന എന്താ വിമോചന പോരാളികൾ എന്ന് പറഞ്ഞ് കുറേ എണ്ണുണ്ട്. എന്താ നിങ്ങളുകൊണ്ടാ ഗുണം? ഇപ്പോൾ ആ നാട്ടുകാരനെ അവരെ തല്ലി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം അവരുടെ ജീവിതം പോലും നശിപ്പിച്ച് കളയാണ് അവരുടെ ഒരു തീവ്രവാദം കാരണം. ഇതെല്ലാം 4 ടേബിളിൽ ഇരുന്നുകൊണ്ട് 4 നേതാക്കന്മാരെടുത്ത് ചർച്ച ചെയ്ത് ക്ലിയർ ചെയ്ത് പോകേണ്ട ഒരു വിഷയമാണ്. പിന്നെ കുട്ടികളെ മരിക്കുന്ന കാര്യം, ഈ ഫലസ്തീനികൾക്കൊരു പ്രശ്നമുണ്ട്. അവർ കുട്ടികളെ വെച്ചിട്ടാണ് മുന്നിൽ നിന്ന് കളിക്കുക. നമ്മൾ എത്രയോ വീഡിയോ നിങ്ങൾ എടുത്തു നോക്ക്. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ പുറകെ പിടിക്കും. കാരണം നമ്മൾ മരിച്ചു പോകണമെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇവിടെ ജീവിക്കണം എന്ന് എഴുതിയിട്ട്. അവരങ്ങനെയല്ല. അവർ ടാങ്കറിൻ്റെ മുമ്പിക്കാലും ശരി, പീരങ്കിയുടെ മുമ്പിക്കാലും ശരി, AK-47 മുമ്പിക്കാലും മക്കളെ കൊണ്ടുവന്ന് മുൻനിർത്തും. അതൊരുമാതിരി തന്തയ്ക്ക് പറക്കാത്ത പരിപാടിയാണ്. ഞാൻ ഉള്ള കാര്യം പറയാം. മക്കൾ മരിച്ചോട്ടെ, അല്ലെങ്കിൽ വെടി വയ്ക്കുകയാണെങ്കിൽ മക്കളെ വെടി വയ്ക്കട്ടെ, ഞങ്ങൾ സേഫാണല്ലോ. അല്ലെങ്കിൽ ഈ മക്കളുടെ മരണം കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് മറ്റുള്ളവരോട് കണ്ണീരോട് കൂടി വില പേശാലോ എന്നൊക്കെയാണ് ചില തന്തന്മാർ വിചാരിക്കുന്നത്. ഫലസ്തീനിൽ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. കാരണം എത്രയോ വീഡിയോസ് നിങ്ങൾ തന്നെ യൂട്യൂബിൽ എടുത്ത് നോക്കും. ഒരു ഇസ്രായേലിൻ്റെ പട്ടാളക്കാർ നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പിലോട്ട് കല്ലെറിയിപ്പിക്കുന്നത് കുട്ടികളെയും കൊണ്ട്, തുപ്പുന്നത് കുട്ടികളെയും കൊണ്ട്, ആ കുട്ടികളെ കൊണ്ട് തെറി പറയിപ്പിക്കുന്നത് കുട്ടികളെ കൊണ്ട്, ഇവരൊക്കെ പുറകോട്ട് നോക്കും. അപ്പം അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിൽ മരിക്കുമ്പോൾ കുട്ടികളെ മരിക്കൂ. അതിൽ നമുക്ക് കുറേ സങ്കടം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ഞാനല്ല കുട്ടികളുടെ അച്ഛൻ. ഞാനറിഞ്ഞ ആ കുട്ടികളെ മുന്നിൽ നിർത്തില്ല, പിന്നിലേ നിർത്തുള്ളൂ. പക്ഷെ അവിടുത്തെ അച്ഛനമ്മമാർ ചെയ്യേണ്ടത് ഈ കുട്ടികളെ മുമ്പിൽ നിർത്തിയിട്ടാണ് ഈ പറയുന്ന കളി കളിക്കുന്നത്. അത് അവിടുത്തെ രാഷ്ട്രത്തലവന്മാരും പറയുന്നില്ല, കുട്ടികളെ നിങ്ങൾ മുമ്പിൽ നിർത്തരുത്, കുട്ടികളെ നിങ്ങൾ പുറകോട്ട് നിർത്തൂ, നമ്മുടെ നാളത്തെ ഭാവികളാണ്, നാളെ ഈ നാടിനെ സംരക്ഷിക്കേണ്ടവരാണ്, അതുകൊണ്ട് അവരെ മുമ്പിൽ നിർത്താതെ നിങ്ങൾ മുതിർന്ന ആളുകൾ മുന്നോട്ട് പോകുമെന്ന് എന്തുകൊണ്ട് അവർ പറയുന്നില്ല? അവർക്ക് അവിടെ കുറേ കുട്ടികളും മരിക്കണം. അതിൻ്റെ പേരിൽ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് സകല രാജ്യങ്ങളും പോയിട്ട് പിച്ചെടുക്കണം, അതിൽ കുറേ സമ്പാദിക്കണം. അതിൻ്റെ ഹമാസിൻ്റെ ഒക്കെ മുതലാളിമാർ, അതായത് നേതാക്കന്മാരൊക്കെ ദുബായിലും ഖത്തറിലും ഇരുന്ന് സുഖജീവിതം നയിക്കുകയാണ്. കുറേ പാവങ്ങളാണ് അവിടെ പോയിട്ട് ബലിയാടാവണത്.
അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കഴുതകൾ ഇന്ത്യയിലുണ്ട്. ആ ആളുകളാണ് പറയുന്നത് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കണം. അപ്പോൾ ബഹിഷ്കരണം വേണ്ട, ഞങ്ങളതിന് സപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവന്മാർ വീണ്ടും തുള്ളിയെന്ന്, നിങ്ങൾ മുസ്ലിങ്ങളെ ജയിപ്പിച്ച് ഞങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ബഹിഷ്കരിക്കാതെ മുസ്ലിങ്ങൾക്ക് കച്ചവടം ഉണ്ടായി കൊടുത്തേന്ന് പറഞ്ഞിട്ട് എടാ അവർ തിന്നോട്ടെ, ആർക്കാ ബുദ്ധിമുട്ട്? നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? സുഡാപ്പിയായിട്ടില്ല, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? മുസ്ലിങ്ങൾ തിന്നണേണ്ട് ഉണ്ടാ? അവർ തിന്നട്ടെ. അവർ ഈ നാട്ടിലെ ആൾക്കാരല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബർമയിൽ നടന്നൊരു വിഷയം അറിയാം നിങ്ങൾക്ക്. ഇതുപോലെ കുന്തളിപ്പ് കാണിച്ചതാണ്. ഒരു ഏകീകരണം വന്ന സമയത്ത് ഇവിടെ എല്ലാം കൂടി ഇസ്ലാമിക രാജ്യമാക്കണം, ഞങ്ങൾ പറഞ്ഞ മാതിരി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ബുദ്ധ സന്യാസി ചെയ്ത പണി എന്താ അറിയോ? 786 എന്നുള്ള നമ്പറിന് പകരം 969 ഒരു നമ്പർ ഇട്ടുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ഒരു പ്രചരണം അങ്ങോട്ട് തുടങ്ങി. ഒരു മുസ്ലിം കടകളിൽ നിന്നും നമ്മളൊരു സാധനം വാങ്ങിക്കരുതെന്ന് പറഞ്ഞു. കോടികൾ മുടക്കിയ പള്ളികളിൽ വരെ പോകാൻ ഒരാളില്ലാത്ത രാജ്യമാണ് ഈ പറഞ്ഞ രാജ്യം. കാരണം എന്താണ്? അവരൊരു ആയുധം എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർ ആഹ്വാനം മാത്രം നടത്തി. ഇനി മുതൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ കൊണ്ടുപോയി ആരും പൈസ കൊടുക്കരുത്, അവരുമായിട്ട് സഹകരിക്കരുത്, അവരിൽ നിന്ന് ഒരു മുട്ടുസൂചി പോലും വാങ്ങരുത്. ആ നാട്ടുകാരത് മുഴുവൻ അങ്ങോട്ട് കേട്ടു. അവസാനം എന്തായി? അവിടെ ജീവിക്കാൻ പറ്റാണ്ട് അവർ വേറെ രാജ്യങ്ങളിലോട്ട് ചേക്കേറേണ്ടി വന്നു. നിങ്ങളെ കൊണ്ട് അവസാനം കിട്ടാൻ പോകുന്ന ഗുണം ഇതൊക്കെ തന്നെയാണ്. കേരളം അല്ല ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാലുള്ളത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലത്തെ തെണ്ടിത്തരം ചെയ്യുമ്പോൾ ബർമ്മ നമ്മൾ എപ്പോഴും മനസ്സിൽ കാണണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു രീതിയിലോട്ട് ഇവിടുത്തെ ആളുകൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന ഈ കെട്ടിപ്പൊക്കിയതെല്ലാം ഒഴിവാക്കിപ്പെടുന്ന ആളുകൾ പോകേണ്ടി വരും. കാരണം സഹകരണം ഇല്ലല്ലോ. ഒരു സ്ഥാപനം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രം കച്ചവടം ചെയ്ത് ആ സ്ഥാപനം വിജയിക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലോട്ട് ഒരിക്കലും ഈ നാടിനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് തീവ്രവാദികളായാലും ശ്രമിക്കാതിരിക്കുക. അത് പാവപ്പെട്ട ഇവിടുത്തെ പാവം പിടിച്ച മുസ്ലിങ്ങൾക്ക് അത് വലിയ രീതിയിൽ ദോഷം സംഭവിക്കും. അത് നിങ്ങൾ ജീവിച്ചു പോട്ടെ. നിങ്ങളുടെ മതപ്രാന്തൊന്നും അതുങ്ങൾക്കില്ല. അതുങ്ങൾ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, അതുങ്ങളെ കുടുംബം നോക്കി നടക്കുന്നുണ്ട്, അവർ സന്തോഷത്തോടു കൂടി ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലത്തെ കുറച്ച് ആളുകൾ കാരണം അതുങ്ങളുടെ പോലും ജീവിതം നശിപ്പിക്കുന്ന പരിപാടി നിങ്ങൾ ചെയ്യും. ഇതിന്റെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നോക്കിക്കോ, കൂടുതൽ തുള്ളാൻ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് മറുപടി ആ ഭാഗങ്ങളിൽ വരും. സഹകരിക്കേണ്ട എന്നുള്ള ഇത് വരും. നിങ്ങൾ ആലോചിക്കും, ഇവിടെ ഏറ്റവും വലിയ കുറേ കമ്പനികളൊക്കെ എത്ര മുസ്ലിങ്ങളാണെന്നറിയോ? അതൊന്നും ഇനി നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് സംഘികൾ അത് ബഹിഷ്കരിക്കാൻ പറയും, നാളെ മൊത്തം ഹിന്ദുക്കൾ അത് ബഹിഷ്കരിക്കും. നിങ്ങൾ 2 തട്ടാക്കി വെച്ചിരിക്കുക, സംഘി ഹിന്ദു എന്ന് പറഞ്ഞിട്ട്. ആ ഹിന്ദു സംഖ്യാവാദ്യ സമയമൊന്നും വേണ്ട. അത് ഈസി ആയിട്ടുള്ള കാര്യമാണ് ഹിന്ദുവിനെ സംഖ്യയാക്കുക എന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് ഇവിടെ. നിങ്ങൾ ബഹിഷ്കരണം നടത്തുക കാര്യങ്ങൾ അതൊക്കെ വേറെ രാജ്യത്തിൻ്റെ പേരിൽ അവനവൻ്റെ രാജ്യത്ത് ഇരുന്നു കൊണ്ട്, അതായത് ഇരിക്കുന്ന നിലം പന്നി കുത്താൻ പാടില്ല എന്ന് പറയും. അത് ചെയ്യരുത്. നമ്മുടെ രാജ്യത്തിൻ്റെ ബിസിനസ്സിനെ എല്ലാം നമ്മൾ സംരക്ഷിക്കണം. ഇപ്പം ലുലു സൂപ്പർ മാർക്കറ്റിനെതിരെ നമ്മൾ എന്തെങ്കിലും തമ്മാടത്തരം പറയുമോ? കാരണം എന്താണ്? അദ്ദേഹം ഒരു ഇന്ത്യനാണ്, അദ്ദേഹത്തിന് മതമല്ല ഇവിടെ. അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്, ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ബഹിഷ്കരിക്കാൻ പറയുമോ? യുപിയിലൊക്കെ ഉണ്ടല്ലോ ലുലു, ആരെങ്കിലും ബഹിഷ്കരിക്കാൻ പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഹൈന്ദവർ കാണിക്കുന്ന മാന്യത കുറച്ച് നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുക. നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഈ തീവ്ര മുസ്ലിങ്ങളോടാണ് കേട്ടോ. സാധാ മുസ്ലിങ്ങളൊന്നും ഇതിൽ ഇടപെടേ വേണ്ട. നിങ്ങളൊക്കെ നിങ്ങൾ പൊക്കോ, നിങ്ങളൊന്നും ഇതിലില്ല, ഈ പിക്ചറിലേ ഇല്ല. കുറച്ച് കൂടിയ ആൾക്കാരുണ്ട്, അവരോടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഈ സമൂഹത്തെ ഒന്നുമല്ലാതാക്കും. അവരുടെ ഈ വക സ്വഭാവങ്ങൾ, ഈ സുഡാപ്പി പോലുള്ള ആളുകൾ സാധാരണ മുസ്ലിങ്ങളെ പോലും സംശയത്തിൻ്റെ നിഴലാക്കിക്കൊണ്ട് അവർ നിങ്ങളെ ഒന്നുമല്ലാണ്ടാക്കും. നിങ്ങളിങ്ങനെ കളിക്കുമ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ തിരിച്ച് മനസ്സിലാക്കിപ്പിക്കാൻ ഇവിടുത്തെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ലല്ലേ? അപ്പം നിങ്ങൾ കരുതും എല്ലാവരും സംഘികളല്ല, നല്ല ഹിന്ദുക്കളുണ്ട്. അത് എത്ര കാലം പറയും? നിങ്ങൾ എത്ര കാലം പറയും? ഓരോ വർഷം കഴിയുന്തോറും സംഖ്യകളുടെ എണ്ണം കൂടി വരികയാണ്. അതെന്താ കാര്യം? നിങ്ങളിതൊക്കെ പറഞ്ഞിട്ടും ഈ എണ്ണം കൂടി വരുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. കുറച്ച് കാലം കൂടിയൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, എല്ലാ ഹിന്ദുക്കളും സംഘികളല്ല എന്നൊക്കെ. അവരുടെ മനസ്സിലോട്ട് നിങ്ങളാണ് സംഖ്യാശയങ്ങൾ കൊണ്ടു കൊടുക്കുന്നത്. ഇതുപോലത്തെ ഈ പറയുന്ന രത്തൻ ടാറ്റയെ പോലുള്ള എന്താ പറയുക മനുഷ്യന്മാരുടെയൊക്കെ ബിസിനസ് തകർക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങും, ക്രിസ്ത്യൻസ് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. ദയവ് ചെയ്തിട്ട് ഇതുപോലത്തെ പണിക്ക് നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങൾ കാരണം ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾ പോലും ബുദ്ധിമുട്ടിലാവും. 100% ഉറപ്പാണ്. സംഘികൾ ഇന്നേ വരെ ഒരു മുസ്ലിങ്ങളുടെയും കട ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബഹിഷ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. രാഷ്ട്രത്തിനെതിരെ വരുന്ന ചില കാര്യങ്ങൾക്കെതിരെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ബഹിഷ്കരണം നടത്തിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, അതെല്ലാം അംഗീകരിക്കേണ്ട കാര്യങ്ങളുമാണ്.